അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, അങ്ങ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് കൂടിയാണ്, അഭിഭാഷകൻ കൂടിയാണ്. ഇത്തരത്തിലുള്ള സമാനമായ അല്ലെങ്കിൽ ഈ സ്വാധീനം ചെലുത്താൻ വേണ്ടി രാഷ്ട്രീയ നേതാക്കൾക്കും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്കും ഒക്കെ പണം കൊടുക്കുന്നത് അത് അഴിമതി തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായി കരിമ്പട്ടികയിൽപ്പെട്ട ആളാണ് ഈ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആൾ. ഈ ആൾ ഇത്തരത്തിലുള്ള സംഭാവനകൾ അത് പല പേരുകളിൽ, ചുരുക്കപ്പേരുകളിലൊക്കെ പല നേതാക്കൾക്കും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ കോൺഗ്രസ് പ്രതിനിധി ശ്രീ റംഷാദ് പറഞ്ഞത് അന്വേഷണം പോലും പോകാത്ത ഒരു കാര്യം, അത് നമ്മൾ കയ്യിൽ നിന്ന് ഇട്ട് പറയുകയാണ്, ഒരന്വേഷണവും നടക്കുന്നില്ലല്ലോ എന്നാണ് പറയുന്നത്. അങ്ങ് കരുതുന്നുണ്ടോ ഈ ഇപ്പോൾ നടക്കുന്നത് വീണ വിജയൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ് ഇവർക്കെതിരെയുള്ള അന്വേഷണമാണ് നടക്കുന്നത്? സ്വാഭാവികമായും ഈ സംഭാവന കൊള്ള ഇതിൻ്റെ അന്വേഷണം മറ്റ് നേതാക്കളിലേക്കും പോകാനുള്ള സാധ്യത കൂടുതലല്ലേ അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ? അതിനൊരു വിഷയം എന്താ പറയുക, നമ്മളെ രാജ്യത്ത് ഈ ഓരോ സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ആ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയം മാറ്റിമറിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം ബീഹാറാണ്. 1980കളുടെ അവസാനം പിന്നാക്ക ജാതി രാഷ്ട്രീയത്തിന്റെ ചുമലിലേറിക്കൊണ്ട് ലാലു പ്രസാദ് യാദവ് ബീഹാറിൽ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു. സത്യത്തിൽ അതൊരു എന്താ പറയുക, തകർക്കാൻ പറ്റാത്തൊരു കോട്ടയായി. അതായത് യാദവ, മുസ്ലിം, മറ്റു പിന്നാക്ക വിഭാഗങ്ങളുടെ ഒരു വിശാല സഖ്യം. അതായത് ജനസംഖ്യയിലെ 60-62% വരുന്ന വിഭാഗങ്ങളുടെ പിന്തുണ അവർക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചു. ഒരിക്കലും ബീഹാറിൽ നിന്നും മറ്റൊരു വിജയി ഉണ്ടാവില്ല, ലാലു പ്രസാദ് യാദവ് അല്ലാതെ മറ്റൊരു വിജയി ഉണ്ടാവില്ല എന്ന ചിന്ത ദേശീയ രാഷ്ട്രീയത്തിലും അതോടൊപ്പം ബീഹാർ രാഷ്ട്രീയത്തിലും അത് വേരുറച്ചു. പക്ഷെ ഒരു 10-15 വർഷങ്ങൾക്ക് ശേഷം ഈ കാലിത്തീറ്റ കുംഭകോണം, ചാരാ ഘോട്ടാല എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായപ്പോൾ ബീഹാർ രാഷ്ട്രീയം മാറി. ലാലു പ്രസാദ് യാദവ് അന്ന് വീണതാണ്. ആ വീണ ലാലു പ്രസാദ് യാദവ് ഇന്നും എഴുന്നേറ്റിട്ടില്ല. ഇതുപോലെയാണ് വെസ്റ്റ് ബംഗാളിൽ, പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാം, അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്തും ഈ വിഷയം ഉണ്ടായി. നന്ദിഗ്രാമിലും വേറൊരു സ്ഥലത്തും. അതായത് കൃഷിക്കാരുടെ ഭൂമി പിടിച്ചെടുത്ത് വൻകിട വ്യവസായികൾക്ക് കൊടുക്കുക എന്നുള്ളൊരു നയം നടപ്പിലാക്കാൻ പോയപ്പോൾ ഉണ്ടായ ഒരു സംഘർഷമാണ് ഈ സിംഗൂറിലും നന്ദിഗ്രാമിലും ഉണ്ടായത്. സത്യത്തിൽ ഒരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2006, 7, 8 കാലഘട്ടത്തിൽ ഈ രാജ്യത്ത് ആരെങ്കിലും CPM-ന് ബംഗാളിൽ ഒരു സീറ്റ് കിട്ടാൻ വെള്ളം കുടിക്കേണ്ടി വരും, അല്ലെങ്കിൽ SDPI പോലുള്ള ഒരു പാർട്ടിയുടെ സഹായം തേടേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമായിരുന്നു? ഇന്ന് ആ അവസ്ഥയിൽ അവിടെ CPM എത്തി. എന്തുകൊണ്ടാണ് എത്തിയത്? അത് ഈ ഭൂമിയുടെ ഒരു എന്താ പറയാ, ഒരു ദുർവിയോഗം. അതായത് കൃഷിക്കാരടുത്ത് ഭൂമി തട്ടിയെടുത്ത് പിടിച്ചു വാങ്ങിച്ച് വലിയ വ്യവസായികൾക്ക് കൊടുക്കുക, അതിന്റെ പിന്നിലൊക്കെ വളരെ വലിയ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് നന്ദിഗ്രാം, സിംഗൂറൊക്കെ, അതാണ് വെസ്റ്റ് ബംഗാളിൽ CPM-നെ അവസ്ഥയിൽ എത്തിച്ചത്. ഇങ്ങനെ നമ്മൾ ഓരോ സംസ്ഥാനം എടുത്തു പരിശോധിച്ചാലും ഒരുപാട് പ്രശ്നങ്ങൾ ആ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ ഭാവി തന്നെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കേരള സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാവുന്ന ശക്തിയുള്ള ഒരു വിഷയമാണ് ഈ കരിമണൽ ഖനനം. കാരണം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതൊരു വലിയ പാരിസ്ഥിതിക പ്രശ്നമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മറ്റു നേതാക്കന്മാർ, പേരുള്ള നേതാക്കന്മാരുടെ അവരുടെ അടുത്തേക്ക് അന്വേഷണം നീളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, നീളാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന് ഏറ്റവും വലിയ ഒരു ഡാമേജ് സംഭവിക്കാൻ പോകുന്നത് CPM-നാണ്. കാരണം രാഷ്ട്രീയ പാർട്ടികൾ സംഭാവന വാങ്ങി എന്ന് പറയുന്നത് അത് ഒരു വലിയ ഒരു എന്താ പറയുക, ഒരു ഷീൽഡാണ്, നമ്മളെ പ്രതിരോധിക്കാനുള്ള ഒരു പരിചയമാണ്. അത് വ്യക്തിപരമായ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു. എന്നാൽ CPM-ഉം പിണറായി വിജയനും ആ ഒരു പരിചയയുടെ ആനുകൂല്യം ഇല്ലാത്ത അവസ്ഥയിൽ എക്സ്പോസ്ഡ് ആയിട്ട്, അതായത് അവര് തുറന്ന് കാണിക്കപ്പെട്ട രീതിയിൽ പൊതുജന മധ്യത്തിൽ നിൽക്കുകയാണ്. വേറെ ഒരു മാർഗവുമില്ല. കാരണം ഇതിന് എന്തിനാണ് ഈ പൈസ വാങ്ങിയെന്ന് യുക്തിസഹമായി വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിയമപരമായി 2 ഏജൻസികളുടെ മുമ്പിൽ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. കരിമണൽ കർത്തയ്ക്ക് 3-മതൊരു ഏജൻസിയുടെ മുന്നിൽ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല.
നമ്മുടെ നാട്ടിലെ എന്താ പറയുക സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ ഇത് വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ പൈസ വാങ്ങിച്ചത് വ്യക്തിപരമായ ആവശ്യത്തിലാണ്, സ്വന്തം അക്കൗണ്ടിലേക്കാണ്. ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. CPM നേരിടുന്ന വലിയ ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറാൻ അവർക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഇപ്പോഴും ഇതിനൊരു ക്ലിയർ ആയിട്ടില്ല. ഇത്ര ഇപ്പം 2-3 അടുത്തായി. ഇപ്പൊ ഇത് 2024 തുടങ്ങിയ ഒരു വിവാദമാണ്. ഇത്രയും കാലമായിട്ടും യുക്തിസഹമായ ഒരു വിശദീകരണം കൊടുക്കാൻ CPM-ന് സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ലാലു പ്രസാദ് യാദവിന് ഈ എന്താ പറയാ ഈ കാലിത്തീറ്റ കുംഭകോണം ഉണ്ടാക്കിയ ക്ഷീണം, അത് അല്ലെങ്കിൽ ഈ നന്ദിഗ്രാമും സിംഗൂരുമൊക്കെ ബംഗാളിലെ CPM-ന് ഉണ്ടാക്കിയ ക്ഷീണം, അത് കേരളത്തിലെ CPM-ന് ഈ വലിയ ആരോപണം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റു വ്യക്തികളിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു അന്വേഷണ ഏജൻസിയാണ്, അവർക്ക് നിയമത്തിന്റെ മാർഗത്തിലൂടെ മാത്രമേ മുന്നേറാൻ പറ്റുള്ളൂ. അപ്പൊ അത് എത്ര കണ്ട് സാധിക്കുമെന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. അത് വ്യക്തമാണ്. ശ്രീ ഹാഷിം അരിയിൽ, ഇവിടെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇവിടെ പിണറായി വിജയനും മകളുമാണ് ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെയും ചോദ്യമുനയിൽ നിൽക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണവും വളരെ വ്യക്തമാണ്. രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിന് പല ആളുകളിൽ നിന്നും സംഭാവന വാങ്ങുന്നു. ആ സംഭാവന എങ്ങനെ വാങ്ങുന്നു, അതിന് കൃത്യമായി റെസിപ്റ്റ് കൊടുത്തോ, അതൊക്കെ ഉണ്ട്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതില്ല എന്നുള്ളതല്ല. പക്ഷേ ഇവിടെ പിണറായി വിജയനും മകളും ആ പണം എന്തിനു ഉപയോഗിച്ചു, എന്തിനു വേണ്ടി, വ്യക്തികൾക്ക് പണം നൽകുന്നതും രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകുന്നതും അത് വ്യത്യാസമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നു, വീണ വിജയൻ അദ്ദേഹത്തിൻ്റെ മകളുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ആ വാങ്ങിയ പണം, അങ്ങ് പറയുന്നു അത് മറ്റ് ഉള്ളവരുടെ പണം വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ കൂടിയ തുകയൊന്നും അല്ലല്ലോ എന്ന് പറയുന്നു. അത് 1 ലക്ഷം രൂപ ആയാൽ പോലും സ്വാഭാവികമായും ആ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾക്ക് കൊടുക്കുന്നത് അത് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനത്തിന് തന്നെയാണ്. വെറുതെ കൊണ്ട് പണം കൊടുക്കില്ലല്ലോ. രാഷ്ട്രീയ പാർട്ടികൾക്കാകുമ്പോൾ അത് സംഭാവന എന്നുള്ള നിലയിൽ പറഞ്ഞു നിൽക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കത് പറഞ്ഞു നിൽക്കാൻ പോലും പറ്റാതെ, അതെന്തിനു വേണ്ടി പണം വാങ്ങി എന്ന് പോലും പറയാൻ കഴിയാതെ അതെല്ലാം നിഷേധിക്കുകയാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്, അതൊക്കെ രാഷ്ട്രീയ പ്രേരിതമെന്ന് ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങൾ പരിചയ തീർക്കുകയാണ്. ശ്രീ ഹാഷിം അരിയിൽ, നമ്മൾ പറയുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയുന്നത്, ഇപ്പൊ വീണ വിജയൻ എന്ന് പറയുന്ന ആള്, അവരുടെ പേര് അവരുടെ ഇത് സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയല്ല എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അല്ല, ഒരിക്കലുമല്ല. വീണ വിജയന്റെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഇത്രയും ചർച്ച വരില്ല. എന്തുകൊണ്ടാണ് വീണ വിജയൻ ചർച്ചയാവുന്നത്? ആ നാട് ഭരിച്ച മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. സാധാരണക്കാരായ ഒരാളാണെങ്കിൽ ചർച്ചയാവില്ല. അങ്ങ് പറഞ്ഞത് 100% ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ്. കാരണം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ എന്ന നിലക്ക് അവര് വാങ്ങിയത് അഴിമതിയാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. ഇവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ നേരത്തെ നിങ്ങൾ ഇത്രയും പറയുമ്പോ റംഷാദിന്റെ ചോദ്യത്തിലൂടെ വളരെ പെട്ടെന്ന് റംഷാദ് ഞാൻ ചോദിക്കുന്നത്, എന്ത് സേവനം ചെയ്തു കൊടുത്തിട്ടാണ് ഇവർക്ക് ഈ പറയുന്ന തുക കൊടുത്തത്? സിമ്പിൾ ചോദ്യമാണ്. അല്ല, അങ്ങനെ പറയട്ടെ. ഞാൻ അത് പറയാനാണ് നിങ്ങൾ ചോദിച്ചു വെച്ചതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ടൈമിൽ റംഷാദിന്റെ വിഷയങ്ങൾ ഞാൻ ടച്ച് ചെയ്തിട്ടില്ല. പത്മനാഭട്ടം പറഞ്ഞതിനോടുകൂടെ ശ്രീപത്മനാഭട്ടം പറഞ്ഞതിൽ ഞാൻ ഇങ്ങനെ പറയുന്നത്, ഇവിടെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് സംഭാവന വാങ്ങുന്നതിന് അങ്ങനെ പറഞ്ഞു പിടിച്ചു നിൽക്കാമെന്ന് പറയുന്നതല്ല ഇവിടുത്തെ നമ്മുടെ ആക്ട് പ്രകാരമുള്ള ഇത്. സംഭാവന സ്വീകരിക്കുന്നതിനും അത് ചെലവ് ചെയ്യുന്നതിനും വ്യക്തമായ വൗച്ചറുകളും അതുപോലെ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ കോൺഗ്രസിന് മാത്രം അതില്ല എന്ന് പറയുന്നത് ശരിയായ ഒരു ജനാധിപത്യ രാജ്യത്ത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് സ്വീകരിക്കാവുന്നതുമല്ല. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും ചാണ്ടി ഉമ്മനും ഈ പണം കൊടുത്തുവെങ്കിൽ അത് വളരെ ഗൗരവതരം തന്നെയാണ്. ചാണ്ടി ഉമ്മന് ആണ് പണം കൊടുത്തതെങ്കിൽ, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ചാണ്ടി ഉമ്മനാണ് പണം കൊടുത്തതെങ്കിൽ അതേറെ ഗൗരവം തന്നെയാണ്. അവിടെ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റിനെന്നോ വ്യത്യാസമില്ല. ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ മകൾക്ക് കൊടുക്കുമ്പോഴാണ് ആ പ്രശ്നം. മുഖ്യമന്ത്രിയായ ഓസി വാങ്ങിയെങ്കിൽ, മുഖ്യമന്ത്രിയായ ഓസിക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ പിന്നെ ആ വാങ്ങിയത് എന്തിനാണെന്നുള്ളത് ഇവരാരും ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അത് അന്വേഷിക്കാൻ ഇടി പോയിട്ടില്ല. പിന്നെ വീണ വിജയന്റെ വിഷയത്തില് വീണ വിജയൻ ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനി എന്ത് സേവനം ചെയ്തു എന്നാണ് റംസാന്റെ ചോദ്യം. ആ ചോദ്യം ഇടി ചോദിച്ചതിന്
വീണ വിജയൻ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. എന്താ ഒരു മറുപടി? പ്രാവശ്യമല്ല, പല പ്രാവശ്യം. അതെന്താണെന്ന് ഇപ്പൊ ഇ ഡി അല്ലല്ലോ ഇ ഡി കോടതി പറയല്ലോ. കോടതിയിലുള്ള ഒരു റംസാദ്, ഇത് കോടതിയിലുള്ള കേസാണ്. നിങ്ങൾക്ക് അതറിയില്ലേ? ഇ ഡി ആണോ കോടതി? നിങ്ങൾ ഇത്രയും രാഷ്ട്രീയ ബോധമില്ലാത്ത, ജനാധിപത്യ നീതിബോധം ഇല്ലാത്ത ഒരാളാണോ? ഇ ഡി എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ, ഞാനിപ്പോ പറയും, ഞാൻ എന്റെ നാട്ടിനടുത്താണ് മയക്കുമരുന്ന് പിടിച്ചത് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ കയ്യിൽ നിന്ന്. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് മാറാം. അതല്ലാതെ ഇന്നും കോഴിക്കോട് നടന്ന റെയ്ഡിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് കോടതിയിലുള്ള വിഷയമാണെന്ന്. അതെ, കോടതിയുടെ വിഷയം. ഇപ്പം ഇവിടുന്ന് മയക്കുമരുന്ന് പിടിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കയ്യിൽ നിന്ന് അതിപ്പം വി ഡി സതീശന്റെ ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കൊണ്ടുപോകുന്നതാണ് എനിക്ക് പരാതി പറയാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ എന്താണോ നിയമം, ആ നിയമം അനുസരിച്ച കാര്യങ്ങൾ നടക്കട്ടെ. 100,000 ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ കയ്യിൽ നിന്നും പിടിച്ചിട്ടുണ്ടല്ലോ. അയാൾ സംസാരിക്കുമ്പോൾ ഒരു അക്ഷരം ഇണ്ടാതെ ഞാൻ കേട്ടിരിക്കുന്നത് പറയാനോട് ഞാൻ സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും ഒരു ചാർജ് അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. ശരി, നിങ്ങൾ പറയൂ. ഞാൻ പറഞ്ഞത് അടിസ്ഥാന, ഞാനിപ്പോ നിങ്ങൾക്ക് പറയാനുണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞതിനല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അവര് പിന്നെ ഇ ഡി ചോദ്യം ചെയ്യുമ്പോഴും മറ്റും അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവരുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് കോടതി വിധി വരുന്നത് പോലെ, ഒരു പ്രാഥമിക വിധി വരുന്നവരെ കാത്തു നിൽക്ക്. സ്വന്തം വക്കീൽ ഓഫീസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പൊപ്രകണ്ട അടിച്ച ഒരു വക്കീല് മാത്യു കോയൽനാടനായിരുന്നു. അദ്ദേഹം നിയമസഭയിലും പുറത്തൊക്കെ കുറെ കേസ് ഇതുമായിട്ട് നടത്തിയിട്ടുണ്ട്. IFSO കേസുമായിട്ട് പോയിട്ട് അവസാനം സുപ്രീം കോടതിയിൽ നിന്ന് ആ കടലാസ് വലിച്ചെറിയുന്ന കാണേണ്ടി വന്നിട്ടുണ്ട്. IFSO അന്വേഷണത്തിന് ഗതിയുന്ന റിസൾട്ട് എന്തായിരുന്നു? സുപ്രീം കോടതി എന്തായാലും വിധി പറഞ്ഞത്? വിധി പറഞ്ഞാൽ, കോടതി വിധി പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാവുന്നതാവട്ടെ അല്ലാത്തതാവട്ടെ, അവിടെ അതിന്റെ നീതിബോധത്തിനൊപ്പം നിൽക്കണം. അങ്ങനെ തോറ്റ് തുന്നം പാടിയെടുത്തുനിന്ന് ഷോൺ ജോർജ് രണ്ടാമത് ഏറ്റുകൊണ്ടുവന്നിരിക്കുന്ന കേസായത്. ആ കേസ് എവിടം വരെ പോകുമെന്ന് നമുക്കറിയാം. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇതെവിടെയും നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം രാഷ്ട്രീയ പ്രേരിതമായതിന്, സത്യമില്ലാത്തതിനൊരിക്കൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. ഇവിടെ ആ പിന്നെ വനിതക്ക് ഒരു കമ്പനി നടത്താൻ അവര് കമ്പനി നടത്തുന്നു. ഇവിടെ ആരൊക്കെ മന്ത്രിമാരുടെ മക്കള്, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മക്കൾ എന്തൊക്കെ ബിസിനസ് നടത്തുന്നു, അതൊന്നും ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങളല്ല. പിന്നെ റംസാദ് പറഞ്ഞ മറ്റൊരു വിഷയം എന്നോട് പറഞ്ഞത്, നിങ്ങൾ രേഖ, ഞാനിപ്പം ഈ പിന്നെ ഇടയിൽ പരസ്യം വരുന്നതിനിടയിൽ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ റംസാദിന്റെ നമ്പർ ഒന്ന് എനിക്ക് തരുമായിരുന്നെങ്കിൽ ഞാൻ അയച്ചു തരാം. നിങ്ങൾ നേതാക്കളോട് ചോദിക്കണം. വി ഡി സതീശനോട് ഉരുട്ടി വിഴുങ്ങുന്ന ഉരുളക്കൊപ്പരം എന്തെങ്കിലും വലിയൊരു അഴിമതിയുടെ, എന്തെങ്കിലും ലാഞ്ചനയ്ക്ക് വേണ്ടിയാണോ ഇത് ഞാൻ ഈ കാണിച്ചത്? നിങ്ങൾ പറയുന്ന ഫാറൂഖിന്റെ ബി മുഹമ്മദ് ഫാറൂഖ്, BM ഫാറൂഖിന്റെ ഭൂമിയുടെ സ്കെച്ചാണ്. ആ സ്കെച്ചിൽ പകുതി ഭാഗം കിടക്കുന്നത് കർണാടകത്തിലാണ്. ആ കർണാടകത്തിൽ 3 വർഷത്തിലധികമായി അവിടെ ഖനനം നടക്കുന്നു. അവിടെ കർണാടകയിൽ കോൺഗ്രസ് ഭരിക്കുന്ന അദ്ദേഹത്തിന് സ്വാധീനമുണ്ടാകാം. ആ ബേ പിടിച്ചടക്കം സ്ഥാപിച്ചുകൊണ്ട് പിന്നെ ലോഡ് കണക്കിന്, ടൺ കണക്കിന് ദിവസം ദൈനംദിനം ആന്ധ്രയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ ആന്ധ്രയുടെയും കർണാടകത്തിന്റെയും കേരളത്തിന്റെയും കോൺഗ്രസ് കണക്ഷൻ എന്താണെന്ന് നമുക്കറിയാത്തല്ല. രേവന്ത് റെഡ്ഡി വന്നിട്ട് ഇവിടെ വെച്ച് ഒരു മുഖ്യമന്ത്രിയെ വിജയ എന്നൊക്കെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് വൈകാരികമായിട്ട് പ്രകമ്പനം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഖനനത്തിന്റെ, ഈ ബോക്സൈറ്റ് കടത്തിന്റെ പിറകിലുള്ള ആവേശം കൂടി തിരിച്ചറിയണമെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ രേഖകളിൽ BK മുഹമ്മദ് ഫാറൂഖിന്റെ പേരിൽ 2007 രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ അവിടെ പെർമിഷൻ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന് കേരളത്തിന്റെ മണ്ണ് മാന്താൻ. അവിടെ അനുവദിച്ചിട്ടില്ല. അവിടെയുള്ള രേഖകളുടെ വേണമെങ്കിൽ ആസാദ് ഒന്ന് കുറിച്ചു വെച്ചോ, റംസാദ് കുറിച്ചു വെച്ചോ. ഭൂമിയുടെ ഇത് ഞാൻ പറഞ്ഞു തരാം. രേഖ 2007 അവിടെ രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്ന കേരളത്തിലുള്ള പിന്നെ സ്ഥലങ്ങളുടെ ഇത്, അതില് പിന്നെ ഒന്ന് പിന്നെ 12 റീസർവേ നമ്പർ 12 B മുഹമ്മദ് ഫാറൂഖ് അദ്ദേഹത്തിന്റെ പേരിൽ പിന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2008 2007 12-13 അല്ല, ഞാൻ രേഖകള് അദ്ദേഹം ശങ്കരാടിയുടെ കൈരേഖ കാണിക്കാനല്ല ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ നിങ്ങൾ ചോദിക്കും ഇതൊക്കെ വെക്കണ്ടേ, പറയണ്ടേ എന്ന്. പറയാൻ 100 കണക്കിന് 3 മാസം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓരോ ഭാഗത്തും. അത് പറയാൻ നിന്നാൽ തീർക്കാൻ കഴിയില്ല. പക്ഷെ വിഷയം നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എക്സാലോജിക്കോ ആയിട്ടുള്ള വിഷയത്തിലാണെങ്കിൽ ED അന്വേഷിക്കട്ടെന്ന്. ED അന്വേഷിച്ചിട്ട് അതിന് സത്യം പറയട്ടെ. കഥ എഴുതിയല്ല വേണ്ടത്, പത്രങ്ങൾക്ക് കൊടുക്കാൻ കഥ ഉണ്ടാക്കിയല്ല വേണ്ടത്. കോടതിയിൽ സബ്മിറ്റ് ചെയ്യണം, കോടതിയിൽ വാദിക്കട്ടെ. വീണക്ക് വാദിക്കാൻ കോടതിയിൽ എന്താ സ്വാതന്ത്ര്യമില്ലേ? അവര് വാദിച്ചോളും, അവർ ആ വിഷയം കൈകാര്യം ചെയ്തോളും.
ഇവിടെ ഇതൊക്കെ കാണിച്ചിട്ട് ഈ ഞാനൂല് കാണിച്ചൊന്നും പേടിപ്പിക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ഈ സംഘർഷം നടന്ന സമയത്ത് പിണറായിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അന്ന് അറസ്റ്റിലായവരോട് പറഞ്ഞത് നിങ്ങൾ വെളിച്ചം കാണൂല എന്നാ പറഞ്ഞത്. വെളിച്ചം കാണാതിരിക്കാൻ സൂര്യൻ അസ്തമിച്ചു പോയിട്ട് ഇല്ല, ആകാശത്ത് നിന്ന് അത് പൊട്ടി വീണിട്ടുമില്ല. ഇവിടെയൊക്കെ അത് ഇനിയും ബാക്കിയുണ്ടാവും. അതോടൊപ്പം തന്നെ ഇടതുപക്ഷവും ബാക്കിയുണ്ടാവും. നിങ്ങൾ കാണുന്നത് പശ്ചിമ ബംഗാളിലെ നന്ദിഗ്രാമിലെ പോലെയുള്ള സംഭവം നിങ്ങൾ കണക്ക് കൂട്ടുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസം മെറ്റയെ പേടിപ്പിച്ച, നിങ്ങളെ പേടിപ്പിച്ച, സംഘപരിവാറിനെ പേടിപ്പിച്ച കുഞ്ഞു മക്കളുള്ള കേരളമാണ്. ആ കുഞ്ഞു മക്കൾക്ക് പോലും രാഷ്ട്രീയ ബോധമുള്ള കേരളമാണ്. ഇവിടെ രാഷ്ട്രീയ വിരുദ്ധതയും അതുപോലെ തന്നെ രാജ്യവിരുദ്ധതയും ഒക്കെ തിരിച്ചറിയാൻ കഴിവുള്ള മക്കൾ വളർന്നു വരുന്നുണ്ട്. നിങ്ങളുടെ നേതാവ് VT ബൽറാം ഇന്നൊരു ചോദ്യം ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. എന്താ ചോദ്യം എന്നറിയാം? കുഞ്ഞു മക്കളെ ഉപയോഗിച്ചാണോ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? കോൺഗ്രസ്സുകാരനായ VT ബൽറാം ഗാന്ധിജിയെ പഠിക്കണം. ഗാന്ധിജി കേരളത്തിലേക്ക് വന്നപ്പോ കൗമുദി ടീച്ചർ എന്ന് പറയുന്ന കൗമുദി എന്ന് പറയുന്ന കൊച്ചു കുട്ടിയെ കണ്ടിട്ടുണ്ട്. ആ കുട്ടിയോട് സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ കുഞ്ഞ് അന്ന് കാതിലുള്ള തന്റെ എല്ലാമായ ആഭരണം ഊരിയെടുത്തിട്ട് ആ കൊച്ചു കുഞ്ഞ് ഗാന്ധിജിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൽ ഞാനും ഉണ്ടെന്ന് പറഞ്ഞു. ആ കുട്ടിയാണ് പിന്നീട് നമ്മളൊക്കെ നെഞ്ചേറ്റിയിരുന്ന കൗമുദി ടീച്ചർ. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും രാഷ്ട്രീയം പറയാൻ പറ്റാത്ത അശ്ലീലതയാണെന്ന് തോന്നുന്ന യൂത്തുകാരുള്ള കാലത്ത് ഇതൊക്കെ ഹാഷിമതിയിൽ അന്നത്തെ കൊച്ചുമക്കൾ, അന്നത്തെ പ്രായം കുറഞ്ഞവർ, അന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളൊക്കെ ഇത്തരത്തിൽ സ്വന്തം ആഭരണങ്ങൾ സംഭാവന ചെയ്താണ് അന്നത്തെ പോരാട്ടങ്ങൾക്ക് വീര്യം പകർന്നത്. പക്ഷേ ഇന്ന് സംഭാവനകൾ സ്വീകരിച്ചാണ് വീര്യം വർദ്ധിപ്പിക്കുന്നത്.